ആയിട്ടുള്ള ഈ ഒരു ബ്രാൻഡിനെ കുറിച്ച് ഞാൻ കേട്ട് ഞാൻ യൂസ് ചെയ്ത് തുടങ്ങിയിട്ട് ഭയങ്കര നല്ല ബ്രാൻഡാണ്. അപ്പോൾ കുറേ പേര് നമുക്ക് ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലും യൂട്യൂബ്സിലൊക്കെ വീഡിയോസ് ഇടുമ്പോൾ അതിലൊക്കെ കമൻറ്റ് ചെയ്യാറുണ്ട്, നല്ലൊരു അഫോർഡബിൾ പ്രൈസ് റേഞ്ചസിലുള്ള മേക്കപ്പ് പ്രോഡക്റ്റ്സ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുമോ. അപ്പോൾ ഞാൻ വിചാരിച്ചു നല്ല ലൈക്ക് അഫോർഡബിൾ പ്രൈസ്, ബഡ്ജറ്റ് ഫ്രണ്ട്ലി, ഒപ്പം തന്നെ നല്ല ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് പരിചയപ്പെടുത്താണ്. അപ്പോൾ ഞാൻ നിങ്ങളെ കാണിക്കുന്നത് ചാർമസി മിലാനോ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ പ്രോഡക്റ്റ്സ് ആണ്. അപ്പോൾ ലാസ്റ്റ് ഒരു 2 മന്തായിട്ട് ഞാനിത് യൂസ് ചെയ്യുന്നുണ്ട്. ഭയങ്കര നല്ല പ്രോഡക്റ്റാണ്. അപ്പം ഞാൻ ഇന്ന് ആ ഒരു മേക്കപ്പിൻ്റെ ആ ഒരു ക്വാളിറ്റി നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടൊരു എൻ്റെ സെൽഫായിട്ട് തന്നെ ഒരു മേക്കപ്പ് ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കണേ. ഓക്കെ, അപ്പം ഇതിൻ്റെ ഫൗണ്ടേഷൻസ് പറയുവാണെങ്കിൽ കുറേ ഷെയ്ഡ്സ് ഓഫ് ഫൗണ്ടേഷൻസ് വരുന്നുണ്ട്. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഞാനിപ്പോൾ നോർമലി സ്മാഷ് ബോക്സിൻ്റെ ഒരു ഫോട്ടോ ഫിനിഷ് എന്ന് പറഞ്ഞൊരു പ്രൈമറാണ് യൂസ് ചെയ്യാറ്. ആ സെയിം പ്രൈമറിൻ്റെ ഒരു അഫോർഡബിൾ പ്രൈസിലുള്ളൊരു പ്രൈമർ, അതിൻ്റെ ഒരു എഫക്റ്റ് കിട്ടുന്നൊരു പ്രൈമറാണ് ചാർമസി മിലാനോൻ്റെ കൺസീൽ പ്രൈമർ. അതായത് നമ്മൾ ഈ പ്രൈമർ ഇടുമ്പോൾ നമ്മുടെ സ്കിന്നിലുള്ള ചെറിയ പോസസ് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ എന്താ ഒരു പോർ ഫില്ലർ പ്രൈമറും കൂടെയാണ് ഇത്. അപ്പോൾ അത് നന്നായിട്ട് ഇത് ഉപയോഗിക്കുന്ന സമയത്ത് നന്നായിട്ട് അതങ്ങ് കവറാവും. ലൈക്ക് ഒരു ബ്ലറർ എഫക്റ്റ്, ഒരു നമ്മളൊരു പാരീസിലേക്കൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ പാരീസിലേക്കൊക്കെ ഇടുന്ന ഒരു എഫക്റ്റില്ല, അത് കിട്ടും. അപ്പം ഇതിൻ്റെ പാക്കേജിങ് തന്നെ കണ്ടാൽ നമുക്ക് മനസ്സിലാവും ഭയങ്കര നല്ല പ്രോഡക്റ്റാണ്. അപ്പോൾ നമുക്ക് മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ കുറച്ച് എനിക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് മിനിമൽ ആയിട്ടുള്ള പ്രോഡക്റ്റേ ഞാൻ ഇതിൽ എടുത്തിട്ടുള്ളൂ. ഇതിൽ ഇവർക്ക് ഐ ഷാഡോസ് ഉണ്ട്, കോമ്പാക്ട് പൗഡേഴ്സ് ഉണ്ട്, പിന്നെ ലൂസ് പൗഡർ. ഇതെനിക്ക് ഈ ട്രാൻസ്ലൂഷൻ പൗഡർ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഐ തിങ്ക് ഇത് എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും പറ്റും, എല്ലാ സ്കിൻ ടോണുകാർക്കും പറ്റും ഈ ഒരു പൗഡർ. ഓക്കെ, അപ്പം ഞാൻ ഇന്നിവിടെ യൂസ് ചെയ്യാൻ പോകുന്ന ഈ എന്തായാലും ഫസ്റ്റ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം പ്രൈമർ. ഞാൻ ഓൾറെഡി സ്കിന്നൊന്ന് പ്രപ്പിംഗ് ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, വളരെ കുറച്ച് പ്രൈമർ എടുത്താൽ മതി. ഓക്കെ, കണ്ടോ ആ ഒരു പ്രൈമർ ഇടുന്ന സമയത്ത് എനിക്ക് ചെറിയ ചെറിയ പോസസ് ഉണ്ട്, അപ്പോൾ അതൊക്കെ കവറാവും. ഒരു നല്ലൊരു സ്മൂത്തി ബ്ലറർ, നല്ലൊരു എഫക്റ്റ് കിട്ടും. ഇപ്പോൾ നമ്മളൊരു സെൽഫ് മേക്കപ്പ് ചെയ്യുമ്പോഴാണെങ്കിലും ഒരു പ്രൊഫഷണൽ മേക്കപ്പ് ചെയ്യുമ്പോഴാണെങ്കിൽ മസ്റ്റായിട്ട് നമുക്ക് പ്രൈമർ ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ. സോ പ്രൈമർ മസ്റ്റായിട്ട് നമ്മൾ യൂസ് ചെയ്യണം. ഇപ്പം ഞാൻ ഇവരുടെ പ്രോഡക്റ്റ് മാത്രം ഉപയോഗിച്ചിട്ടാണ് കാണിക്കുന്നത്. അപ്പം നോർമലി നമ്മളൊരു മേക്കപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മളൊരു സ്കിൻ പ്രെപ്പിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നന്നായിട്ട് ഫേസ് വാഷ് ചെയ്യുക, നല്ലൊരു ടോണർ യൂസ് ചെയ്യുക, അല്ലെങ്കിൽ കൈൻഡ് ഓഫ് എന്തെങ്കിലും നല്ലൊരു സിറം യൂസ് ചെയ്യാം, മോയ്സ്ചറൈസർ യൂസ് ചെയ്യാം, പിന്നെ പ്രൈമർ. ഇപ്പോൾ നമുക്ക് നല്ല നമ്മുടെ മേക്കപ്പ് നല്ല ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് ഇരിക്കണമെങ്കിൽ മസ്റ്റായിട്ടും പ്രൈമർ യൂസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ പ്രൈമർ യൂസ് ചെയ്തു. പിന്നെ ഇവരുടെ കുറേ ഫൗണ്ടേഷൻ ഷെയ്ഡ്സ് ഞാൻ വരുന്നുണ്ടെന്ന് പറഞ്ഞു. ഇപ്പോൾ എനിക്ക് കുറച്ചുകൂടെ നല്ല മാച്ചായിട്ട് തോന്നിയ ഫൗണ്ടേഷൻ ഇവരുടെ 01 ആണ്. ഇത് ഒരു CMC മാറ്റ് ഇതൊരു മാറ്റ് ഫൗണ്ടേഷനാണ് കേട്ടോ. ഇതിൻ്റെ ഷെയ്ഡ് നമ്പർ 01 ആണേ. ഓക്കെ, അപ്പോൾ ഇവരുടെ 01 ഫൗണ്ടേഷൻ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഫൗണ്ടേഷൻ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കും. നോർമലി നമ്മളൊരു പ്രൊഫഷണൽ മേക്കപ്പ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് ഐ മേക്കപ്പാണ് ചെയ്യുന്നത്. അപ്പം ഞാനിപ്പം നിങ്ങളെ ഈ പ്രോഡക്റ്റ് പരിചയപ്പെടുന്നതുകൊണ്ട് ഐ മേക്കപ്പ് ചെയ്യേണ്ട ആവശ്യം അധികമില്ല. എന്തെങ്കിലും 2-3 ഷെയ്ഡ് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം, എത്രത്തോളം അത് പിഗ്മെൻറ്റഡ് ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് 2 ഷെയ്ഡ് ഒന്ന് അപ്ലൈ ചെയ്ത് കാണിക്കാവേ. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫൗണ്ടേഷൻ വളരെ കുറച്ച് കൊടുത്താൽ മതി. എന്നിട്ട് നമുക്കൊരു നല്ലൊരു ഫൗണ്ടേഷൻ ബ്ലെൻഡർ ബ്രഷിൽ നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്യാം. ഞാൻ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നോക്കിയാൽ നല്ല കവറേജാണ്. ഒരു ഭയങ്കര ലൈറ്റ്, ഒരു ബോബി ബ്രൗണിൻ്റെ ഒക്കെ മാതിരി ഒരു ലൈറ്റ് ഫൗണ്ടേഷനാണ്, പക്ഷേ നല്ല കവറേജ് ഉണ്ട്. ഇപ്പം എനിക്ക് ചെറുതായിട്ട് പിഗ്മെൻറ്റേഷനൊക്കെ ഉണ്ട്, ഞാൻ അതൊന്നും കവർ ചെയ്തില്ല, ഡയറക്റ്റ് ഈ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യുമായിരുന്നു. അപ്പോൾ നമുക്ക് ഒരു പ്രൊഫഷണലായിട്ട് നമ്മൾ ചെയ്യുന്ന സമയത്ത് മസ്റ്റായിട്ട് നമ്മൾ കളർ കറക്റ്റർ വെരി ഇമ്പോർട്ടൻറ്റ്, കൺസീലിംഗ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ അതൊക്കെ ചെയ്യണം കേട്ടോ. ഇപ്പോൾ ഞാൻ ചെയ്യുന്ന സമയത്ത് എനിക്കത് വേണ്ട, കാരണം അത്യാവശ്യം ഈ ഫൗണ്ടേഷനിൽ നന്നായിട്ട് കവർ ആവുന്നുണ്ടല്ല. അപ്പോൾ ഫൗണ്ടേഷൻ ഇട്ട് കഴിഞ്ഞു. ഒരു 1 മിനിറ്റ് വെയിറ്റ് ചെയ്യുക, ഒന്ന് ആ ഫൗണ്ടേഷൻ സെറ്റ് ആവാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ അടുത്തത് ഞാൻ യൂസ് ചെയ്യുന്നത് ചാർമസി മിലാനോൻ്റെ തന്നെ നല്ലൊരു ലൂസ് പൗഡർ. ഭയങ്കര നല്ല പൗഡറാണ്. അത്യാവശ്യം നമുക്ക് ഈ ഒരു ഷെയ്ഡ് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ഫെയർ ടു നോർമൽ, ഡാർക്ക് എല്ലാ സ്കിൻ ടോണുകാർക്കും നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, ഇതൊരു ഒരു വൈറ്റ് ആയിട്ടുള്ള പൗഡറാണ്. ഇപ്പോൾ നമ്മൾ നോർമലി നമ്മൾക്ക് വീട്ടിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ആ ഒരു പൗഡറല്ലേ വൈറ്റ്, ആ ഒരു പൗഡറാണിത്. അപ്പോൾ നമുക്ക് എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും ഇത് യൂസ് ചെയ്യാം, ലൈക്ക് സ്കിൻ ടോണുകാർക്കും യൂസ് ചെയ്യാം.
അപ്പോൾ നല്ലൊരു ഫിനിഷിങ് കിട്ടണമെങ്കിൽ നോർമലി നമ്മൾ ഈ ഫൗണ്ടേഷൻ ഇട്ടതിന് ശേഷം നന്നായിട്ട് ലൈക്ക് ഈ ദിസ് കൈൻഡ് ഓഫ് പൗഡർ പഫ് കിട്ടും. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ ഒരു ഇവിടെ കണ്ട ഇത് നല്ലൊരു അങ്ങനെയായിട്ടാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ഈ അതിൻ്റെ താഴത്തുണ്ട് ഈ ഒരു കോർണറൊക്കെ കറക്റ്റായിട്ട് അവിടെയൊക്കെ നമുക്ക് ഈ പൗഡർ കൊണ്ട് ഡാബ് ചെയ്ത് സെറ്റ് ചെയ്യാൻ പറ്റും നമ്മുടെ ഫൗണ്ടേഷൻ. ഇപ്പം നോർമലി എല്ലാവരും പറയാറുണ്ട് ലൈക്ക് കുറേ നേരം കഴിയുമ്പോൾ കണ്ണിൻ്റെ താഴത്ത് ഇങ്ങനെ ലൈൻസ് വീഴുന്നു അങ്ങനെയൊക്കെ. അപ്പം നമ്മൾ കറക്റ്റായിട്ട് അത് ലൈക്ക് കവർ ചെയ്യാത്തതുകൊണ്ടാണ്. അപ്പോൾ നമ്മളൊരു ഫൗണ്ടേഷൻ അല്ലെങ്കിൽ കൺസീലർ അപ്ലൈ ചെയ്തതിന് ശേഷം ജസ്റ്റ് ആളോട് മോഡലിനോട് അല്ലെങ്കിൽ ബ്രൈഡിനോട് സെൽഫായിട്ട് നമുക്കാണെങ്കിലും ഒന്ന് മുകളിലോട്ട് നോക്കുക, നന്നായിട്ട് ബ്ലെൻഡ് മുകളിലോട്ട് നോക്കി പൗഡറും കൊണ്ട് സെറ്റ് ചെയ്തതിന് ശേഷം മാത്രം താഴോട്ട് നോക്കുക. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ മാക്സിമം നമുക്ക് ആ ലൈൻസോ കാര്യങ്ങളോ ഒന്നും വരില്ല. അത്യാവശ്യം എന്താ ഈ ഒരു കോമ്പാക്ട് പൗഡർ ഇടുമ്പോൾ തന്നെ നല്ല കവറേജ്. ഇപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനൊരു ബ്രൈഡിന് വേണ്ടി ഞാൻ ഇത് യൂസ് ചെയ്ത സമയത്ത് ആഫ്റ്റർ സം ടൈം ഇത് ഭയങ്കരമായിട്ട് സ്കിന്നിലേക്ക് അബ്സോർവ് ആയി മേക്കപ്പ്. ലൈക്ക് ഒരു മേക്കപ്പ് ഇട്ട ഫീലേ ഇല്ല, ഭയങ്കര നല്ലതായിരുന്നു കാണാനായിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വിചാരിച്ചത് ഈ ഒരു പ്രോഡക്റ്റ് തന്നെ നിങ്ങളെ കാണിക്കാമെന്ന്. മേക്കപ്പ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും നമ്മൾ ഈ നോസിൻ്റെ ഈ 2 കോർണർ ഈ ഒരു ഭാഗം കൊണ്ട് അവിടെ കറക്റ്റായിട്ട് ശ്രദ്ധിക്കണം. നോർമലി ചിലർ പറയാറുണ്ട് എൻ്റെ മേക്കപ്പ് കുറേ നേരം കഴിയുമ്പോൾ ഇവിടുന്ന് പോകുന്നു, ഈ സൈഡിൽ നിന്ന് പോകുന്നു, അവിടെയൊക്കെ നമ്മുടെ സ്കിൻ കാണുന്നത്. നമ്മൾ കറക്റ്റായിട്ട് പ്രെപ്പിങ് അല്ലെങ്കിൽ നമ്മൾ പ്രൈമറൊക്കെ യൂസ് ചെയ്യാത്തതും ഫൗണ്ടേഷൻ ഇട്ട് കറക്റ്റായിട്ട് ബ്ലെൻഡ് ചെയ്യാത്തത് കൊണ്ടാണ് പെട്ടെന്ന് അവിടെ നിന്നൊക്കെ മേക്കപ്പ് പോകുന്നത്. അപ്പോൾ നമ്മൾ മേക്കപ്പ് പ്രൈമർ അതൊക്കെ ഇടുന്ന സമയത്ത് ഫേസിലുള്ള കറക്റ്റ് എല്ലാ ഏരിയാസിലും ആ ഒരു പ്രൈമർ ഫൗണ്ടേഷൻ എത്തുന്നത് കറക്റ്റായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ എപ്പോഴും ഈ നോസിൻ്റെ 2 സൈഡ് പ്രത്യേകം ശ്രദ്ധിക്കുക. ഞാൻ ആദ്യം പറഞ്ഞ ഒരു ലൈറ്റ് മേക്കപ്പ് അങ്ങനെയൊക്കെയാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് അധികം മേക്കപ്പിൻ്റെതായിട്ടുള്ള ഒരു കോണ്ടറിങ്ങോ അതൊന്നും ഞാനിവിടെ ചെയ്യുന്നില്ല. അപ്പോൾ അടുത്ത് ഞാൻ കാണിക്കാൻ പോകുന്നത് മിലാനോൻ്റെ തന്നെ ഒരു ബ്ലഷാണ്. ഭയങ്കര നല്ല ബ്ലഷാണ് കേട്ടോ. അത്യാവശ്യം എല്ലാ സ്കിൻ ടോണുകാർക്കും പോകുന്ന ബ്ലഷാണ്. ഇത് ഷെയ്ഡ് 02 ആണ്, ചീക്ക് എൻഹാൻസർ 02 കേട്ടോ. ഓക്കെ, അപ്പം ഒന്ന് സ്മൈൽ ചെയ്യുക, ചെയ്തിട്ട് ഇടുക. ഇപ്പം ബ്ലഷ് ഒത്തിരി പേർക്കൊക്കെ ഇഷ്ടമായിരിക്കും. മിക്കവാറും എല്ലാവർക്കും തന്നെ ബ്ലഷ് ഈ ചീക്കൊക്കെ ഒന്ന് ചുവന്നൊക്കെ ഇരിക്കുന്നത് ഭയങ്കര ഇഷ്ടമായിരിക്കും. അപ്പോൾ ഇത് ഭയങ്കര നല്ലതാണ്. ലൈക്ക് ഇതിൽ ആ ഒരു പിങ്ക് ടോണും പ്ലസ് ഒരു ഹൈലൈറ്ററും കൂടെ ഉണ്ട്, ലൈക്ക് ഒരു ഗ്ലോയും കൂടെ ഉണ്ട് ഇതിലെ. പിന്നെ ഈ നോസിൻ്റെ ഈ ഒരു ഭാഗത്തും ലൈറ്റായിട്ട് ഇട്ട് കൊടുക്കാം, നല്ലതായിരിക്കും. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞു. അപ്പോൾ അടുത്ത് ഇനി ഫൈനലായിട്ട് ഇതിൻ്റെ മസ്കാരയും പിന്നെ കുറച്ച് ലിപ്സ്റ്റിക്സും കൂടെ ഉള്ളൂ. പക്ഷേ നല്ല ഇപ്പം അത്യാവശ്യം നമുക്ക് ഇപ്പം നല്ലൊരു ഡ്രസ്സൊക്കെ ഇട്ട് പോവുകയാണെങ്കിൽ ഇതിൻ്റെ കുറേ ഇങ്ങനത്തെ ഒരു ചെറിയൊരു ഗ്ലിറ്ററി ഐ ഷാഡോസ് ഒക്കെ വരുന്നുണ്ടേ. അപ്പോൾ ഇതിൻ്റെ ഒരു ഷെയ്ഡ് ഇതൊരു ലൈക്ക് ഒരു എന്താ പറയുക, ഒരു കോപ്പർ ഗോൾഡ് വരുന്ന ഒരു ചെറിയൊരു ഗ്ലിറ്ററി ഐ ഷാഡോ. ഇതും ലൈറ്റാണ്, ഞാൻ ഇട്ട് കാണിക്കാം. ഇതിൻ്റെ ഒരു പിഗ്മെൻറ്റേഷൻ കാണിക്കാൻ വേണ്ടി മാത്രം ഞാൻ ഇടുന്നതാണ് കേട്ടോ. എങ്ങനെയുണ്ട് കണ്ടില്ലേ? നല്ല പിഗ്മെൻറ്റഡ് ആണ്. അത്യാവശ്യം നമുക്ക് നല്ല ബ്രൈഡലിനൊക്കെ യൂസ് ചെയ്യാം. ഇതിൻ്റെ കുറേ കളേഴ്സ് വരുന്നുണ്ട്. അപ്പം നമുക്ക് നമ്മുടെ ആ ഒരു ബ്രൈഡിൻ്റെ ആ ഒരു ഡ്രസ്സിൽ വരുന്ന ആ ഒരു ഗ്ലിറ്ററിങ്, ഇപ്പം ഒരു ഗ്രീൻ കളർ ഡ്രസ്സ് ഒരു ഗ്ലിറ്ററി അങ്ങനെയൊക്കെ വരുന്നെങ്കിൽ അതിന് മാച്ച് ചെയ്യുന്ന കുറേ ഷെയ്ഡ്സ് ഇതിലുണ്ട്, കുറേ കളർ ഷെയ്ഡ്സ് ഉണ്ട്. അപ്പോൾ ഏത് വേണമെങ്കിലും നമുക്ക് ലൈറ്റായിട്ട് ഇവിടെ കൊടുക്കാം. അപ്പോൾ നെക്സ്റ്റ് മസ്കാരയാണ്. ഇതിൻ്റെ പാക്കേജിങ് ഒരു രക്ഷയില്ല കേട്ടോ, എന്തൊരു ഹൈ ക്വാളിറ്റി ആണെന്നറിയാമോ. ചില മസ്കാരാസ് നമുക്ക് റെഗുലർ യൂസിന് നല്ലതല്ല, കാരണം അത് ഭയങ്കര ഹെവിയാണ്, ലൈക്ക് ലോങ് ലാസ്റ്റിംഗ് ആണ്, വാട്ടർ പ്രൂഫാണ്. പക്ഷേ അത് നമ്മൾ സെൽഫായിട്ട് ഇടുന്ന സമയത്ത്, എല്ലാ ദിവസവും ഇടുന്ന സമയത്ത് നമുക്ക് ഐലാഷസ് ഒക്കെ പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഒരു മസ്കാരയാണെങ്കിൽ ഇതൊരു ലൈറ്റ് വെയിറ്റ് ആണ്, ഈസി ആയിട്ട് നമുക്ക് റിമൂവ് ചെയ്യാനും പറ്റും, എന്നാൽ അത്യാവശ്യം നല്ല ലോങ് ലാസ്റ്റിങ്ങുമാണ്. മസ്കാര ഇടുന്നതിൻ്റെ ഒരു വ്യത്യാസം കണ്ട്, മസ്കാര ഇട്ട് കഴിയുമ്പോൾ ലാഷസ് തമ്മിൽ ഭയങ്കരമായിട്ടുള്ള ഡിഫറൻസ് ഉണ്ട്. സി ദ ഡിഫറൻസ്. മസ്കാര ഇട്ടപ്പോൾ കഴിഞ്ഞപ്പോൾ കണ്ടല്ലോ അതിൻ്റെ ഡിഫറൻസ്. ഓക്കെ, അടുത്ത ഇവരുടെ കുറേ ലിപ് ഷെയ്ഡ്സ് ഉണ്ട്. അപ്പോൾ ഇത് എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ലിപ് ഷെയ്ഡ് ഞാൻ കാണിക്കാം. ഇത് ചെറി റെഡ് എന്നാണ് ഈ ഷെയ്ഡ്, 08 ചെറി റെഡ്. ഭയങ്കര നല്ല ഷെയ്ഡാണ്. ഇപ്പോൾ ലൈറ്റായിട്ട് കൊടുത്താൽ മതി കേട്ടോ, ഒരുപാട് കൊടുക്കേണ്ട ആവശ്യമില്ല, വളരെ ലൈറ്റായിട്ട് കൊടുത്താൽ മതി.
സേ ഓക്കെ. അപ്പം നമുക്കൊരു ഇത് ഞാൻ മേക്കപ്പ് ഫിക്സിങ്ങോ കാര്യങ്ങളോ ഒന്നും ചെയ്യുന്നില്ല, എങ്കിൽ തന്നെ ഇത് നല്ല ലോങ് ലാസ്റ്റിംഗ് ആയിട്ടിരിക്കുന്നുണ്ട്. അപ്പം നമ്മളൊരു പ്രൊഫഷണൽ മേക്കപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒന്ന് ഇതിൻ്റെ ഫിക്സിങ് സ്പ്രേ ഏതെങ്കിലും മാക്കിൻ്റെ ഇത് ബെസ്റ്റ് എന്ന് ഞാൻ പറയും, മാക്കിൻ്റെ ഒരു സ്റ്റുഡിയോ ഫിക്സിങ് സ്പ്രേയോ അങ്ങനെ ഏതെങ്കിലും കൂടെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ മേക്കപ്പ് നല്ല ലോങ് ലാസ്റ്റിംഗ് ആയിട്ടിരിക്കും. അപ്പം എങ്ങനെയുണ്ട്? ഓക്കെ അല്ലേ? അപ്പോൾ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു പ്രോഡക്റ്റ്സ് ഇഷ്ടമായെന്ന്. അപ്പോൾ എല്ലാവരും ഈ ഒരു പ്രോഡക്റ്റ്സ് യൂസ് ചെയ്ത് നോക്കുക, നിങ്ങളുടെ ഒരു റിസൾട്ട് എനിക്ക് കമൻറ്റ് ചെയ്യുക. ഓക്കെ.